സോ യു ഹാവിങ് റെക്കറിങ് ഡ്രീംസ് അല്ലേ? അതായത് കണ്ട സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കാണാം. അതെ ഡോക്ടർ. ഇന്ന ഡ്രീംസ് എന്നുണ്ടോ അതോ റാൻഡംലി ആണോ? മോസ്റ്റ്ലി ചില മുഖങ്ങളാണ്, പക്ഷെ അവരാരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ അവരെൻ്റെ തലയിൽ കിടന്ന് കളിക്കുന്ന പോലെ തോന്നാറുണ്ട്. ചിലപ്പോൾ അവരെന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടാവും. പൊട്ടത്തരമാണെന്നറിയാം, പക്ഷേ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയൊന്നുമില്ലടോ. റെക്കറിങ് ഡ്രീംസ് എന്ന് പറയും ഇതിനെ. ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു സൂത്രപ്പണിയാണ്, അത്രേ ഉള്ളൂ. ചിലപ്പോൾ തൻ്റെ ജോലിയുടെ ഒരു സ്ട്രെസ്സായിരിക്കാം. അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ. ഞാനൊരു ഡെലിവറി ബോയ് ആണ്. ഒട്ടുമിക്ക സമയത്തും ജോലിയിലായിരിക്കും. ഇടയ്ക്കൊരു സിനിമയ്ക്ക് പോകും. അതാണ് ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ എൻ്റെ ലൈഫ്. പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രണ്ട്സ് ആരുമില്ലേ? ഉണ്ട്, പക്ഷേ ആരുമായിട്ടും അങ്ങനെ അടുപ്പമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒറ്റയാനാണ്. ഒറ്റയ്ക്കുള്ളൊരു ജീവിതം ഒരു റീസണാണ്. മനുഷ്യനൊരു സോഷ്യൽ ആനിമൽ അല്ലേ? ട്രൈ ടു ഗെറ്റ് സോഷ്യൽ. തൻ്റെ ലിവിങ് കണ്ടീഷൻസൊക്കെ എങ്ങനെയാണ്? സാധാരണ ഈ സ്ട്രെസ് ഉള്ളപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഒരു കാരണമാണ്. തൻ്റെ ഉറക്കമൊക്കെ എങ്ങനെയാണ്? നേരെ ചൊവ്വയാണോ? ആടാ പറ. എടാ നീ ഇപ്പം ഇങ്ങോട്ടൊന്നും പറയണ്ട, പെട്ടെന്ന് വീട്ടിലോട്ടോ. എന്തു പറ്റിയടാ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, ഒന്ന് വാ. എടാ വിധി അതായിരുന്നു എന്നെയും അക്ഷയും കൂട്ടിമുട്ടിച്ചത്. അന്ന് ആ വീട്ടിലെ ഡെലിവറിക്ക് പോയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ദാറ്റ് വൺ ഓർഡർ വുഡ് ചേഞ്ച് മൈ ലൈഫ് ലൈക്ക് ദിസ്. എന്നെ എൻ്റെ ഈ മുഖത്തെ അവനറിയാം, ബട്ട് നോട്ട് എസ് റോബർട്ട്, അസ് ആൽഫ്രഡ്. ആൽഫ്രഡും അക്ഷയും ഹൈസ്കൂൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. നോട്ട് ഫ്രണ്ട്സ്, ജസ്റ്റ് ക്ലാസ്മേറ്റ്സ്. അവനും ആൽഫ്രഡിനെ പറ്റി വലുതായൊന്നും അറിയില്ല, അവനെന്നല്ല ആർക്കും. മേ ബി ഹി വാസ് ആൻ ഇൻട്രോവേർട്ട് ഓർ സംതിങ്. 10 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു മുഖം കണ്ടപ്പോൾ വി വാസ് ക്യൂരിയസ്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് വാസ് ആൽഫ്രഡ് മരിച്ചിട്ട് 2 കൊല്ലമായി. മരിച്ചവൻ എടുത്തു നിൽക്കാൻ ചത്തവൻ ക്രിസ്തുവൊന്നുമല്ലല്ലോ. ആൻഡ് ദെൻ അക്ഷയ് സ്റ്റാർട്ടഡ് സെർച്ചിങ് അബൌട്ട് ഹിസ് ലോങ് ലോസ്റ്റ് ക്ലാസ്മേറ്റ്. അവൻ്റെ ആ വട്ടിന് ഞാനും കൂട്ടിയിട്ട് ഇപ്പോൾ 8 മാസം. സുഹൃത്തുക്കളാണെങ്കിലും എന്നെപ്പറ്റി അവനോ അവനെപ്പറ്റി എനിക്കോ വലുതായി ഒന്നും അറിയില്ല. ആൽഫ്രഡിനെ പറ്റി സംസാരിക്കാനല്ലാതെ ഞങ്ങൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ട് കൂടിയില്ല. ഐ തിങ്ക് വി ബോത്ത് ലൈക്ക് ഇറ്റ് ദാറ്റ് വേ, സംതിങ് ലൈക്ക് ആൻ ഒഫീഷ്യൽ ഫ്രണ്ട്ഷിപ്പ്. സംടൈംസ് ഐ തിങ്ക് ദാറ്റ് ആൽഫ്രഡിനെ തപ്പിയുള്ള ഈ യാത്ര എൻ്റേത് കൂടിയാണ്. എവിടെയോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ ഒരു തോന്നലാകാം. 2 മാസമായി ഏതോ ഒരു ആൻ്റണിയുടെ പുറകെയാണവൻ. ഇവരുടെ ജൂനിയർ എന്തോ ആണ്. പോരാത്തതിന് മറ്റവനുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാവുന്നതാണ്. So how long have you been suffering from this problem? As long as I can remember anything in my life, doctor. Which means? ഒരു 2 കൊല്ലം മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ഡെലിവറിക്ക് പോയപ്പോൾ സംഭവിച്ചതാണ്. ഹെഡിന് ഇഞ്ചുറി ആയിട്ട്. അതിനു മുമ്പേ ഉള്ള ഒന്നിനെക്കുറിച്ചും എനിക്ക് ഓർമ്മയില്ല. ഈവൻ ആക്സിഡൻറ്റിനെ പറ്റി പോലും ഓർമ്മയില്ല. ഞാൻ ആരാ എന്താന്നൊക്കെ കൂടെയുള്ളവർ പറഞ്ഞു തരേണ്ട അവസ്ഥയാണ്. ഇടയ്ക്ക് ഞാൻ വേറെ ആരുടെയൊക്കെയോ ശരീരത്തിലാണെന്ന് തോന്നും. ഭയങ്കര ഒരു വിയേർഡായിട്ടുള്ള ഫീലിംഗ് ആണത്. എന്താ പറ്റിയേ? എന്താ കാര്യം? എടാ ഇത് മറ്റേ ആന്റണി അല്ലേ? ഇവനെന്താ ഇവിടെ? നീ എന്താ ചെയ്തു വെച്ചേക്കണേ? എടാ വന്നേ. എടാ എന്ത് വട്ടടേ കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്തായോ? ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. നീ എപ്പോഴും കാണാറുള്ള സ്വപ്നത്തെ പറ്റി പറയാറില്ല. അത് സ്വപ്നമല്ല, അതിന്റെ ജീവിതത്തിരുന്ന കാര്യമാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി
ഞാൻ അന്വേഷിക്കുന്ന ആൽഫ്രഡ് നീയാണ്. നീ എന്താടേ പറയണേ? ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം, പക്ഷെ നീ വിചാരിച്ചതിന് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. അന്ന് ആൽഫ്രഡിനെ പറ്റി അന്വേഷിക്കണം പറഞ്ഞ് അവിടെ നിന്ന് പോയില്ലേ? ഞാനിവിടെ നിന്ന് ആദ്യം പോയത് അവൻ്റെ വീട്ടിലോട്ടാ. അവിടെ ഇപ്പോൾ ആരുമില്ല, ആകെ കാട് പിടിച്ച് കിടക്കുക. പിന്നെ അവനെ പറ്റി അവിടെയുള്ള ആളുടെ അന്വേഷിച്ചപ്പോഴാണ് അവൻ്റെ ഫാമിലിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആക്സിഡൻറ്റിനെ പറ്റി അവർ പറയുന്നത്. എവിടെ പോയി വരായിരുന്നു നീ നിന്റെ ഫാമിലി? വണ്ടി ഓടിച്ചാണെങ്കിൽ നീയാണെങ്കിൽ ആകെ ഉറക്കപ്പിച്ചായിരുന്നു. എതിരൊരു വണ്ടി വന്നപ്പോൾ പാളിയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. വണ്ടിയോട് ഇടിച്ചു കയറി സ്പോട്ടിൽ അനിയത്തി മരിച്ചു. അച്ഛനമ്മയും ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയും. എയർ ബാഗ് ഉള്ളതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടെ. എടി, ഇത് ആദ്യം കേട്ടപ്പോൾ ഓർമ്മ വന്ന് എനിക്ക് നിന്നെ, നീ പറഞ്ഞ കാര്യങ്ങളും. പക്ഷെ ഞാൻ ഇത്ര ഉറപ്പിച്ചൊരാളെ കാരണം ഇതല്ല. പിന്നെ ആൽഫ്രഡ്, അതായത് നീ ആ ആക്സിഡന്റിന് ശേഷം ഭയങ്കര ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു, ആരോടും മിണ്ടാതെ, ഏതൊരു ഡിപ്രഷനൊക്കെ പോലെ. അത് കഴിഞ്ഞ് ഒരു ദിവസം വന്ന് ഈവൻ നിന്നെ ഇങ്ങോട്ടൊക്കെ വിളിച്ചോണ്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ നീ ആക്സിഡന്റിൽ മരിച്ചുള്ള ന്യൂസാണ് വന്നത്. അത് ഞാൻ അവൻ്റെ പുറകെ പോയി. അവനാണെങ്കിൽ അവനുകൂടി ഭാഗമായിട്ടുള്ള എന്തൊരു റിസർച്ച്, എന്തോ മെമ്മറി റീസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്. പിന്നെ ഞാൻ അവിടെ നിന്നില്ലടാ, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ രാവിലെ ഇവിടെ എത്തി. അത് ഞാൻ ദിവം കയറി വരുന്നത്. നീയൊക്കെ പറഞ്ഞൊരു കാര്യം ശരിയാ. നീയൊക്കെ എന്തിലോട്ടാ വന്ന് ചാടിയേക്കെന്ന് നിനക്കൊന്നും ഒരു ധാരണയില്ല. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അധികം സമയമില്ലാത്തോണ്ട് ഇവൻ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പറയാം. അതായത് സ്വന്തം കുടുംബം മുഴുവൻ സ്വന്തം തെറ്റുകൊണ്ട് ചത്തു എന്ന് വിശ്വസിച്ചൊരു പൊട്ടൻ. അതായിരുന്നു നീ. ആരോടും മിണ്ടാതെ കഴിഞ്ഞതിനെ ഓർത്ത് നീറി ജീവിച്ചവൻ. അത് മാത്രമായിരുന്നു നീ. ആ നിനക്ക് ആകേണ്ടായിരുന്ന കൂട്ട് ഞാൻ. ആ സമയത്താ എൻ്റെ പ്രൊഫസർ ഒരു കണ്ടുപിടുത്തിട്ട് വന്നത്. പുള്ളി കുറേ നാളത്തെ എൻ്റെ പുറകെയായിരുന്നു. മനുഷ്യൻ്റെ ഓർമ്മകളില്ലാതാക്കുന്നൊരു മെഷീൻ. സിനിമകളിലൊക്കെ കണ്ടു കാണും, മൂവീസ് ടു ഇൻസ്പയർ അസ് ഡോണ്ട് ദേ. പക്ഷേ ഇവിടെ ഓർമ്മകളില്ലാതാക്കുന്നതിനൊപ്പം പുള്ളി ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. ഇവിടെ പഴയ ഓർമ്മകളില്ലാതാക്കുന്നതിനൊപ്പം പുതിയ ഓർമ്മകൾ കൂടി സൃഷ്ടിക്കാൻ പറ്റും. ആൽഫ്രഡ് റോബർട്ട് ആയതുപോലെ. പക്ഷേ ആദ്യം സമ്മതിച്ചില്ല. പ്രൊഫസറിന് ഇവനേക്കാളും മികച്ചൊരു ഓപ്ഷൻ ഉണ്ടായില്ല. അത് 2 കാരണങ്ങളുണ്ടായിരുന്നു. 1, യു വർ ഹേർട്ട് സോ ഡീപ്ലി. 2, ഇവനെ തന്നെ വെച്ചൊരു പട്ടിയുമല്ല. ആദ്യത്തെ പരീക്ഷണത്തെ ചില മിസ്റ്റേക്സ്, അതുകൊണ്ട് ഇവൻ്റെ പരീക്ഷണത്തെ സക്സസ്ഫുൾ ആയില്ല. അതിൻ്റെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഹി വാസ് അണ്ടർ അവർ ഒബ്സർവേഷൻ. നീ വന്ന് കയറിയതെല്ലാം കൊളോക്കിയത്. പക്ഷേ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ മെഷീൻ്റെ പുറകളെ കണ്ടെത്താൻ ഞങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അടങ്ങടാ, നിനക്കൊക്കെയുള്ള പണി വന്നിട്ട് അടങ്ങ്. ആ എണീറ്റോ? ആൻ്റെ കുറേ കഥയൊക്കെ പറഞ്ഞെന്നറിയാം. ബൈ ദ വേ, ഞാൻ സാം. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് ആൻഡ്രോയോടൊപ്പം.
അന്ന് തൻ്റെ പേര് റോബർട്ട് എന്നല്ല, ആൽഫ്രഡ് എന്നായിരുന്നു. ഗുഡ് ഈവനിങ്. എങ്ങനെ നടന്ന ആളായിരുന്നു താൻ? ഐ ഓഫേർഡ് എ ബെറ്റർ ലൈഫ്. മറവി ഒരു അനുഗ്രഹമാണെങ്കിൽ നിനക്ക് ആ ബ്ലെസ്സിങ് എന്ന ആളല്ലേ ഞാൻ. ആക്ച്വലി യു ഷുഡ് ബി താങ്ക്ഫുൾ. എൻ്റെ ഓർമ്മകൾ ഇല്ലാതാക്കുന്നതിലൂടെ നീ ഇല്ലാതാക്കുന്നത് എന്നെ തന്നെയാ. ചിലപ്പോൾ ഒരുപാട് വേദന തരുന്നവയായിരിക്കാം, ബട്ട് സ്റ്റിൽ ദേ കംപ്ലീറ്റ് മീ. Exact thing you said to me when Ando brought you to me. But still, ആൽഫ്രഡ് റോബർട്ട് ആയില്ലേ? അതുപോലെ എത്രയെത്ര ആളുകൾ, എത്രയോ നാടുകൾ. യു സി, മനുഷ്യർക്കൊരു പ്രശ്നമുണ്ട്. അവർ പുതിയത് വരുമ്പോൾ പഴയതിനെ ഓർത്തിരിക്കും. വി ഹ്യൂമൻസ് അഡാപ്റ്റ് സോ സ്ലോലി. ഇമോഷൻസിൻ്റെ കാലം കഴിഞ്ഞു. നൗ ഇറ്റ്സ് ടൈം ടു അപ്ഗ്രേഡ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. സോ ആക്സിഡൻറ്റിനെ പറ്റിയൊന്ന്, അതിന് മുന്നേ ഉള്ള കാര്യങ്ങളെ പറ്റിയൊന്ന് പറയാമോ? അതിന് മുന്നേ എന്ന് പറയുമ്പോൾ ഞാനൊരു അനാഥനാണ് ഡോക്ടർ. കുഞ്ഞിലെ മുതലേ വളർന്നു നോക്കിയ ഒരു ഓർഫനേജിലാണ്. ഡിഗ്രി വരെ തട്ടിയും മുട്ടിയൊക്കെ പഠിച്ചു. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഡെലിവറി പോയിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ, എന്തോ ഒരു അപാകത ഫീൽ ചെയ്യുന്ന പോലെ. എടോ, താൻ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനൊന്നും തനിക്കില്ല. ആ ആക്സിഡൻറ്റിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് കണ്ടാൽ മതി ഇതെല്ലാം. ആ ആക്സിഡൻറ്റിന് മുന്നിലുള്ള താനും അത് കഴിഞ്ഞിട്ടുള്ള താനും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. താനത് റിയലൈസ് ചെയ്തില്ലെങ്കിൽ കൂടി തൻ്റെ ബ്രെയിൻ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാകാം ഈ സ്വപ്നങ്ങളിലും മറ്റും താൻ കാണുന്നത്. അല്ലാതെ തന്നോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് താൻ കരുതണ്ട. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഹെൽപ്പ് ചെയ്യാനല്ലേ ഞാനുള്ളത്. നമുക്ക് ശരിയാക്കി എടുക്കാം. ഓക്കെ ഓക്കെ ഡോക്ടർ. ഡോക്ടർ സാം, ഇൻട്രസ്റ്റിംഗ് ആണ് അയാളുടെ സംസാരമൊക്കെ. പക്ഷേ മൂപ്പര് പറഞ്ഞ അങ്ങോട്ട് മുഴുവനായി എടുക്കാൻ തോന്നുന്നില്ല. ചിലപ്പോൾ ആൾ പറഞ്ഞൊക്കെ ശരിയായിരിക്കും. ആ ആക്സിഡൻറ്റിൻ്റെയൊക്കെ ബാക്കിയായിരിക്കത്തുള്ളൂ. ഐ ഡോണ്ട് നോ. പക്ഷേ അയാൾക്കും തെറ്റിക്കൂടെ? വാട്ട് ഇഫ് ഐ ആം റൈറ്റ്? അയാളൊരു ഡോക്ടറാണ്. പക്ഷേ അയാൾക്കൊരിക്കലും എൻ്റെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ലല്ലോ. അയാൾ പറയുന്നത് ലോജിക്കലി കറക്റ്റായിരിക്കും. അതുപോലെ എൻ്റെ തിയറിക്ക് ലോജിക്കൊട്ടും കാണാനും സാധ്യതയില്ല. പക്ഷേ എനിക്ക് അയാൾ പറഞ്ഞ ശരികളേക്കാൾ എൻ്റെ തെറ്റുകളെ വിശ്വസിക്കാനാണ് ഇഷ്ടം. എന്തായാലും അയാളെ ഇനിയും കാണണമല്ലോ. നമുക്ക് നോക്കാം. അല്ലെങ്കിലും ജീവിതമേ എന്താണെന്ന് അറിയാത്തവന് എന്ത് ശരിയും എന്ത് തെറ്റും എല്ലാം ആരൊക്കെ ഉണ്ടാക്കിയെടുത്ത നുണകളല്ലേ. ഇയാളെ ഞാൻ എവിടെയോ. ഹലോ.